ഗാസയിൽ ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളും പ്രാദേശിക സംഘർഷങ്ങളും ഗാസയുടെ ഉറക്കം കെടുത്തുന്നു. തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂനിസ് പ്രദേശത്ത് സ്ഫോടനം നടന്നതായി റിപ്പോർട്ട്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത്. IDF സൈനികരുടെ ടാങ്ക് തട്ടിയാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സ്ഫോടനത്തിൽ 2 IDF സൈനികർക്ക് നിസാര പരിക്കേറ്റതായി സൈന്യം അറിയിച്ചു. പരിക്കേറ്റ 2 സൈനികരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും IDF പറഞ്ഞു. ഭീഷണി നേരിടുന്ന പ്രദേശം ഒഴിപ്പിക്കാൻ സൈന്യം ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭീകരാക്രമണമല്ല നടന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. പ്രദേശത്ത് സ്ഫോടക വസ്തു എങ്ങനെ വന്നുവെന്ന് IDF അന്വേഷണം നടത്തി വരികയാണെന്നും സൈന്യം വ്യക്തമാക്കി. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സൈനികർക്ക് ഭീഷണിയായിരുന്ന നിരവധി കേന്ദ്രങ്ങൾ IDF ആക്രമിച്ചതായും സൈന്യം അവകാശപ്പെട്ടു. ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ ഹമാസ് ആധിപത്യം സ്ഥാപിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. പ്രാദേശിക ഗ്രൂപ്പുകളുമായി ഹമാസ് സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഗാസ സംഘർഷത്തിൽ ശരിക്കും ആരാണ് വിജയിച്ചത്? ഇസ്രായേലും US പ്രഖ്യാപിച്ച പോലെ ഹമാസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹമാസിൻ്റെ ശക്തി കുറയ്ക്കാനെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? പ്രമുഖ ഇസ്രായേൽ മാധ്യമം ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ ഡിപ്ലോമാറ്റിക് റിപ്പോർട്ടർ ലാസർ ബർമൻ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെയാണ് ലാസർ ബർമൻ്റെ നിരീക്ഷണങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ പാർലമെൻറ്റായ നെസറ്റിൽ നിന്നുകൊണ്ട് US പ്രസിഡന്റ് ട്രംപ് ഇസ്രായേൽ നേതാക്കളോട് പറഞ്ഞത് ഗാസയിൽ നിങ്ങൾ വിജയിച്ചു എന്നാണ്. ട്രംപിന് മുമ്പ് സംസാരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിലൂടെ യുദ്ധം അവസാനിക്കുന്നു എന്നാണ്. പക്ഷേ ഈ അവകാശവാദങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് ലാസർ ബർമൻ പറയുന്നത്. ട്രംപിൻ്റെ 20 ദിന പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കുകയാണെങ്കിൽ ഇസ്രായേലിന് വിജയം ലഭിക്കും. കൂടാതെ ഗാസ ഭരിക്കാനുള്ള ഹമാസിൻ്റെ ഏതൊരു പദ്ധതിക്കും വരും ദിവസങ്ങളിൽ മാരകമായൊരു പ്രഹരവുമായിരിക്കും അത്. എന്നാൽ അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 20 വ്യവസ്ഥകളിൽ 2 മാത്രമേ പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടുള്ളൂ. 2നും ഇസ്രായേൽ ഇളവുകൾ നൽകേണ്ടി വന്നു. ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ അവർ മോചിപ്പിക്കുകയും ഗാസക്കാരെ കുടിയേറാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ പദ്ധതികളും ഇസ്രായേൽ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. മറുവശത്ത് ഹമാസ് കൊല്ലപ്പെട്ട 28 ബന്ദികളുടെ മോചനം വൈകിപ്പിച്ചു. ഞായറാഴ്ചയോടെ 28 മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനുള്ള 72 മണിക്കൂർ സമയം അവസാനിച്ച് 6 ദിവസങ്ങൾക്ക് ശേഷമാണ് 12 അവർ കൈമാറിയത്. അതിനിടെ ഹമാസ് കരാർ ലംഘനം നടത്തിയാൽ യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് IDFന് നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ ഇസ്രായേലിൽ നിന്നോ US നിന്നോ വരുന്ന അത്തരം ഭീഷണികളിൽ ഹമാസ് കുലുങ്ങുന്നില്ലെന്നാണ് ലാസർ ബർമൻ പറയുന്നത്. ട്രംപിൻ്റെ പദ്ധതിയുടെ കേന്ദ്ര ഘടകം നിരായുധീകരണമാണ്, ഹമാസിൻ്റെ നിരായുധീകരണമാണ്. എന്നാൽ നിരായുധീകരണത്തിന് ഒരുക്കമല്ലെന്നാണ് ഹമാസ് പറയുന്നത്. ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചാൽ ഹമാസിനെ വീണ്ടും ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയെങ്കിലും അതൊന്നും ഹമാസിനെ ബാധിച്ച മട്ടില്ല. ഹമാസ് ഇപ്പോഴും ഗാസയിൽ സർവാധിപത്യത്തോടെ തുടരുന്നുവെന്നാണ് ലാസർ ബർമൻ പറയുന്നത്. ഹമാസ് തങ്ങളുടെ ആയുധങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നില്ല. അവർ പരസ്യമായി വധശിക്ഷകൾ നടപ്പിലാക്കി. അവരുടെ പ്രവർത്തകർ യൂണിഫോം തിരികെ ധരിച്ച് തോക്കുകൾ വീശി പിക്കപ്പ് ട്രക്കുകളിൽ ഗാസയിൽ ചുറ്റി സഞ്ചരിക്കുന്നു. അധികാരം കൈമാറാനും ആക്രമണം ഉപേക്ഷിക്കാനും പോകുന്ന ഒരു പരിക്കേറ്റ സംഘടനയുടെ പെരുമാറ്റമല്ല ഇതെന്നാണ് ലാസർ ബർമൻ്റെ നിരീക്ഷണം.